ഉൾക്കടലിൽ മാത്രം കണ്ടുവരുന്ന ഷിയർ വാട്ടർ ഇനത്തിൽപ്പെട്ട പക്ഷിയെ കാസർഗോഡ് ചിറ്റാരിക്കലിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചു. കേരളത്തിൽ ഇതിനു മുൻപ് 10 തവണ മാത്രമേ ഈ പക്ഷിയെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കാസർഗോഡ് ഇത് ആദ്യ കാഴ്ചയാണ്. കാസർഗോഡ് ചിറ്റാരിക്കൽ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളിയായ സജീവൻ ജോലി ചെയ്ത ബോട്ടിലാണ് ഉൾക്കടലിൽ വെച്ച് പരിക്ക് പറ്റി അപൂർവ ഇനത്തിൽപ്പെട്ട ഈ കുഞ്ഞൻ പക്ഷി വന്നു പതിച്ചത്. പക്ഷികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മത്സ്യത്തൊഴിലാളി കൂടിയാണ് സജീവൻ. ഉൾക്കടലിൽ വെച്ച് ചെറുമീനുകളെ മാത്രം ഭക്ഷിക്കുന്ന ഈ കുഞ്ഞൻ പക്ഷി സജീവന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പരുന്ത് ആക്രമിച്ചപ്പോഴാണ് ബോട്ടിലെ വലയിൽ വന്ന് പതിച്ചത്. സുഹൃത്തുക്കളായ പക്ഷി നിരീക്ഷകരെ അപ്പോൾ തന്നെ ഫോട്ടോയെടുത്ത് ഈ വിവരം അറിയിച്ചു. അപ്പോഴാണ് തന്റെ കയ്യിൽ വന്നുപെട്ടത് അപൂർവ ഇനം പക്ഷിയാണെന്ന് സജീവന് മനസ്സിലായത്. തുടർന്ന് പറക്കാൻ പറ്റാത്ത നിലയിൽ അവശനായ പക്ഷിയെ സജീവൻ കരയിലേക്ക് കൊണ്ടുവന്നു. ഇവന് വലിയ മീനല്ല, ചെറിയ മീനെ ഇവൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. വലയിൽ നിന്നോ കടലിൽ നിന്നോ ഒരു തട്ട് കിട്ടിയിട്ട് ഇവന് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ ഇവനെ കയ്യിലെടുത്ത് നോക്കിയിട്ട് ഇതിന്റെ ഫോട്ടോസ് ഞാൻ എൻ്റെ സുഹൃത്തെ അജിത്തിന് അയച്ചു കൊടുക്കുകയും അജിത്ത് ആ സ്പോട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ 10 റിപ്പോർട്ട് ഫസ്റ്റ് കാസർഗോഡ് ഫസ്റ്റാണെന്ന് ആദ്യം പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് കാസർഗോഡല്ല, ഇന്ത്യയിൽ തന്നെ റയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനം എന്നാണ് പറഞ്ഞത്. ഇത് ഒരു പെലാജിക് ബേർഡ് എന്ന് വേണം വിളിക്കേണ്ടി വരും. അതായത് ഉൾക്കടലിൽ മാത്രം കാണുന്ന പക്ഷികളാണ്. ഇപ്പോൾ മെയിൻ ലാൻഡിലേക്ക് ഇവർ സാധാരണ വരാറില്ല. ഇവരെ മെയിൻ ഫീഡിങ്ങും അവര് മുട്ടയിടുന്നതൊക്കെ ഈ കടലിനകത്ത് തന്നെ കാണുന്ന ചില ഐലൻഡ്സും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവരുടെ മെയിനായിട്ട് ബ്രീഡിങ്ങും ഇതൊക്കെ സംഭവിക്കുന്നത്. കരയിലേക്കാൾ കൂടുതൽ വൈവിധ്യമുള്ള പക്ഷിവർഗ്ഗങ്ങൾ കടലിലുണ്ടെന്ന് പക്ഷി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അവയിൽ തന്നെ അപൂർവമാണ് ഷിയർ വാട്ടർ ഇനത്തിൽപ്പെട്ട പക്ഷിവർഗ്ഗങ്ങൾ. അവ കരയിലെത്തുന്നത് തന്നെ അപൂർവം. കനത്ത കാറ്റും മഴയും കാലാവസ്ഥാ വ്യതിയാനവും കൊണ്ട് മാത്രം അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലുള്ള പക്ഷികൾ കരയിലെത്തുക. കേരളത്തിൽ പക്ഷേ 10 ഇടങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള പക്ഷികളുടെ വരവ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ ആദ്യത്തെ കാഴ്ചയും. പേർഷ്യൻ ഷിയർ വാട്ടർ ആണെങ്കിൽ തന്നെ കേരളത്തിലാകെ 10ന്റെ ഉള്ളിലുള്ള റിപ്പോർട്ടുള്ളൂ. കാസർഗോഡത്തെ ഫസ്റ്റ് റിപ്പോർട്ടാണ്. ഇനി അതല്ല, ഇതിപ്പം അതിൻ്റെ അടുത്തൊരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പം ഒന്നുകൂടെ ട്രോപ്പിക്കൽ ഷിയർ വാട്ടറൊക്കെ ആവാം. അതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു സ്പെസിമെൻ മാത്രമേ നമുക്ക് കോഴിക്കോട് നിന്ന് കിട്ടിയിട്ടുള്ളൂ. അത് ഹിറാഷ്കയ്ക്കും യദൂനുമാണ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ അതിനെ ലൈവായിട്ട് നമുക്ക് ഒരു റിപ്പോർട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് അത് കിട്ടുകയാണെങ്കിൽ അത് ഒന്നുകൂടെ കൗതുകരമായ ഒരു കാര്യമായിരിക്കും, ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അപൂർവ ഇനം പക്ഷികളെ നിരവധി എണ്ണത്തിനെ കാണാറുണ്ട്. കരയിലും കടലിലും പക്ഷികളെ നിരീക്ഷിക്കുന്ന സജീവൻ നിരവധി അപൂർവ ഇനം പക്ഷികളെ കണ്ടിട്ടുമുണ്ട്. എന്തായാലും പരിചരണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം ഇന്ന് രാവിലെ കരയിലെത്തിയ അതിഥിയെ കടലിലേക്ക് തന്നെ പറഞ്ഞയക്കും. അപ്രതീക്ഷിതവും അപൂർവമായി കരയിലേക്കെത്തുന്ന ഇത്തരം പക്ഷികൾ അപൂർവ കാഴ്ചയാണ്. പേർഷ്യൻ ഷിയർ വാട്ടർ ഇനത്തിൽപ്പെട്ട പക്ഷിയെന്ന് കരുതുന്ന ഈ കുഞ്ഞൻ പക്ഷിയെ പരിചരണങ്ങൾക്ക് ശേഷം ഉൾക്കടലിൽ തന്നെ വിട്ടയക്കും. കാസർഗോഡ് ചിറ്റാരി കടപ്പുറത്തു നിന്നും ക്യാമറ പേഴ്സൺ അഭിഷേക് സുരേഷിനൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.